ഈ കാണുന്ന ആക്രിക്കടയൊന്നും അല്ല കേട്ടോ, ഒരാവേശം മൂത്ത് അടുക്കള മൊത്തം ഞാൻ തന്നെ വൃത്തിയാക്കിക്കോളാമെന്നും പറഞ്ഞ കബോർഡിലുള്ള എല്ലാം എടുത്ത് പുറത്തേക്ക് ഇട്ടതാണ്. വലിയ കാര്യമായിട്ട് പുറത്തേക്ക് ഇട്ടതാണെങ്കിലും ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും നല്ല പണിയാന്ന് പിന്നെ കേട്ടോ മനസ്സിലായത്. മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസത്തെ ക്ലീനിങ് കാരണം നല്ല അലർജി ആയിട്ടുണ്ടായി പൊടി അടിച്ചിട്ട്. അതുകൊണ്ട് ഉമ്മൽ കാരണം മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ റൂമും ഹാളും വൃത്തിയാക്കുന്ന പോലെ അത്ര ഈസി അല്ല കേട്ടോ അടുക്കള ക്ലീൻ ചെയ്യാനായിട്ട്. വേറൊന്നും കൊണ്ടല്ല, ഒരു ഷെൽഫ് ക്ലീൻ ആക്കുമ്പോഴത്തേക്കും അടുത്ത ഷെൽഫ് ഉണ്ടാവും. അങ്ങനെ കുറേ ഷെൽഫ് ഉണ്ടാവുമല്ലോ അടുക്കളയിൽ. എല്ലാം ക്ലീനാക്കി വരുമ്പോഴത്തേക്കും എൻ്റെ എനർജി തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെയിനായിട്ട് തുമ്മൽ പിന്നെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തുമ്മൽ കൂടിയിട്ടൊരു രക്ഷ ഉണ്ടായിരുന്നില്ലേ. അതുകൊണ്ട് തന്നെ ആശുപത്രി പോയിട്ടൊരു മരുന്ന് മേടിച്ചേക്കാമെന്ന് വെച്ചു കേട്ടോ. പിന്നെ ആശുപത്രി പോയി മരുന്ന് മേടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കൊറിയർ പാഴ്സൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്താൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് അതും മേടിച്ചുകൊണ്ടാട്ടോ പിന്നെ വീട്ടിലേക്ക് വന്നത്. എന്തായാലും തുടങ്ങിയതല്ലേ എന്ന് ഓർത്തുകൊണ്ട് ബാക്കിയും കൂടെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം തുടച്ച് വൃത്തിയാക്കിയപ്പോഴത്തേക്കും നല്ല രസമുണ്ടായി കാണാനായിട്ട്. ഇപ്പം ഫൈനലായിട്ട് ഇങ്ങനെയാട്ടോ ഉണ്ടായിരുന്നത്. കുറച്ച് അടിച്ചതൊന്നും അകത്ത് കയറ്റാൻ സമയം ഉണ്ടായിരുന്നില്ലേ. പിന്നെ ക്ലോക്കിൽ നോക്കിയപ്പോഴത്തേക്കും 3 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നല്ല വിശപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ചോറുണ്ടിട്ട് ഇന്നത്തെ പണി അങ്ങ് നിർത്തിയിട്ടോ. അപ്പോൾ ഓക്കെ.